ഹലോ ഹലോ, ആരാ? ഉദയത്തിന് ചന്ദ്രനായിരുന്നേ. ഉദയത്തിൽ ചന്ദ്രനല്ലല്ലോ, ഉദയത്തിൽ സൂര്യനല്ലേ ഉള്ളൂ. അയ്യോ അതല്ല ചേട്ടാ, പിന്നെ സ്റ്റുഡിയോ ചന്ദ്രനാണ് വിളിക്കുന്നത്. എന്തായിരുന്നു ചന്ദ്ര? ആ ചേട്ടന്റെ മോടെ വെഡിങ് ആൽബം റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അതങ്ങ് കത്തിച്ച് കളഞ്ഞാரு. കത്തിച്ച് കളയാനോ? എടാ, കല്യാണം കഴിച്ചിട്ട് അവള് രണ്ടാമത്തെ ദിവസം ഇവിടെ വീട്ടിൽ പിണങ്ങി വന്ന് നിൽക്കുക. ചെറുക്കന്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആൽബം വേണോ വേണ്ട എന്നൊക്കെ കേട്ടോ. നീ വെച്ചോ 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 വെച്ചോ. ഒരു കൊച്ചിനെ ഇറക്കി വിട്ട് അതിന്റെ പാട് എനിക്കും അറിയാം. അതെ, ആരാ? വീണയുടെ ഒച്ചയുണ്ടോ? വീണയുടെ ഒച്ച വേണമെങ്കിൽ അത് ഷെബിനോട് ചോദിക്കണം. പുള്ളിയാണ് ഇവിടെ എൻട്രി മ്യൂസിക് ഇടുന്നത്. എടാ, ഏത് മ്യൂസിക് കൊടുത്താലും പുള്ളി പറയും, ഓ അണ്ണാ അത് ഇവിടെ പറ്റത്തില്ല, അത് കോപ്പിറൈറ്റ് ആന്ന് പറഞ്ഞാൽ. വീണയുടെ അച്ഛനാണോ എന്നാ ചോദിച്ചത്. വീണയുടെ അച്ഛനാണെന്ന് വീണയുടെ അമ്മ പറയുന്നു. അതുകൊണ്ട് ഞെളിഞ്ഞിവിടെ നിൽക്കുന്നു. വീണയുടെ അച്ഛ ഇതെന്തോ ഈ ഡമ്പലി കൊണ്ട് എന്ത് വന്നു? ടേക്ക് ഓഫ് ബലമുള്ള ഒരു സാധനം വേണമെന്ന് ഇവിടുത്തെ കാർന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അതെന്നാ നിങ്ങൾക്ക് ഇരുന്നാലേ കാണത്തുള്ളൂ, നിന്നാ കാണത്തില്ലേ? നിങ്ങൾ എന്റെ ഭൂമി കാല് കുത്തരുത്. ഭൂമി കാല് കുത്താതെ ഏറി നിന്ന് സംസാരിക്കാൻ ഞാൻ ഹൈഡ്രജൻ ബലൂൺ അല്ല, പിന്നെ ഞാൻ ചക്കപ്പറമ്പിൽ കലയാണ്. ചക്കപ്പറമ്പിൽ കലയല്ലല്ലോ, ചക്കപ്പറമ്പിൽ കുരുവല്ലേ. കളിയാക്കല്ലേ, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് പറ. വധുവിനെ കാണാൻ. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. അതാരാ? മധുവിനെ കാണാൻ വന്നെന്ന് പറഞ്ഞു. മധുവല്ല, പിന്നെ വധു, എന്റെ മരുമകൾ. അറിയാമോ, അവൾ ആ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ എന്റെ ചെറുക്കൻ കണ്ണുനീര് കുടിച്ചോണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ കടത്തിനകത്ത് വെള്ളമില്ലേ? അതല്ല പറഞ്ഞേ, പിന്നെ അവൻ അത്രയ്ക്ക് വിഷമമെന്നാ പറഞ്ഞേ. ഇനി അവന്റെ വിഷമം കാണാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ടേ പോകത്തുള്ളൂ. നടക്കത്തില്ല. നടക്കത്തില്ലേ? നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്ത് പറഞ്ഞാ നടക്കും? നടക്കണമെന്ന് തന്നെ പറയണം, എന്നാലേ നടക്കും. എന്റെ പേര് ചക്കപ്പറമ്പിൽ കലയെന്നാണെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങളുടെ മോൻ എന്റെ മോളോട് കാണിച്ച എന്തുവാണ് നിങ്ങൾക്ക് അറിയാവോ? എന്നാ കാണിച്ചെന്ന്? ഒരു ആദ്യരാത്രിയും ഇതുപോലൊരു പെണ്ണിനുണ്ടാവില്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്ന. അറിയാവോ? അതെന്നാ? നിങ്ങളുടെ മോനുണ്ടല്ലോ, പാല് കുടിച്ചു. അതിന്റെ പകുതി എന്റെ മോക്ക് കൊടുത്തു. അവള് കരഞ്ഞോണ്ട് ആ പാല് കുടിച്ചു. നിങ്ങളുടെ മോൻ ആപ്പിള് കടിച്ചു. അതിന്റെ പകുതി എന്റെ മോൾക്ക് കൊടുത്തു. അവള് അത് കഴിച്ചു. ഇതൊക്കെ ആചാരങ്ങളല്ലേ? അതെ, ആഹാരമാണ്. കണ്ടവന്റെ എച്ചിൽ തിന്നാനല്ല ഞാൻ എന്റെ മോളെ അങ്ങോട്ട് അയച്ചത്. അറിയാമോ? എച്ചിലോ? ഇതൊക്കെ നാട്ടു നടപ്പാ. നിങ്ങൾ തന്നെ എന്നെ ഒന്ന് നോക്കിക്കേ. നിങ്ങളെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യ മക്കളെ ആരും വന്ന് നോക്കും? അയ്യടാ ജിഞ്ചിണ്ടാക്കടി, ഞാൻ അതാണോ പറഞ്ഞേ? പിന്നെ എന്റെ അമ്മ എന്റെ അച്ഛൻ കഴിച്ച പാത്രത്തിലാണ് കഴിച്ചത്. ഞാൻ എന്റെ ഭർത്താവിന്റെ പാത്രത്തിലാണ് കഴിച്ചത്. അതെന്നാ നിങ്ങളുടെ വീട്ടിൽ ഒറ്റ പാത്രമേ ഉള്ളൂ? അതല്ല, പിന്നെ ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ എല്ലാം നേരെ തിരിച്ചാണ്. അതെന്നാ നിങ്ങൾ പാത്രത്തിന്റെ മണ്ടയ്ക്ക് ഇരുന്ന് കഴിക്കും? അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാത്രങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. അതിനെയാണോ നിങ്ങൾ കഥാപാത്രം എന്ന് പറയുന്നത്? കഥാപാത്രവും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ അവര് തമ്മിൽ മാച്ച് ആവത്തില്ലെന്ന്. മാച്ച് നടക്കത്തില്ലെന്ന് പറയും. ഇയാളാരും അമ്പയറോ? അമ്പയറാണോ ഇയാൾ? അമ്പയറോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിവരവും വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഇയാൾ പറയല്ലേ? എന്തോ ഓഡിറ്റോറിയത്തിന്റെ കറണ്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞപ്പം അവിടെ ചെന്നിട്ട് മീറ്ററിന്റെ മെയിൻ സ്വിച്ചിന്റെ ഫോട്ടോ എടുത്ത് തന്നെ അയച്ചു തന്നാ മുതലായി നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടെ ചോറുണ്ടായി ഇരുന്നിട്ട് ആ ഇലയെന്ന് കഴിക്കാത്ത ബാക്കിയുള്ള ഇലയെന്നെല്ലാം പുള്ളി കൈയിട്ട് വരുത്തുന്നു. അത് പുള്ളിയുടെ ജോലിയല്ലേ? എന്തു, പുള്ളി രാഷ്ട്രീയത്തിലാണോ? അതെന്തോ അങ്ങനെ? അല്ല, കൈയിട്ട് വരുത്തുന്നോണ്ട് ഞാൻ ചോദിച്ചാ. അങ്ങനല്ല, പിന്നെ പുള്ളി ഫുഡ് ഇൻസ്പെക്ടർ ആണ്. പുള്ളി ഫുഡ് ഇൻസ്പെക്ടർ അല്ല, ഫുഡ് ഇൻ എക്സ്ട്രാ. അതന്നെ, ആഹാരത്തിനോടുള്ള കൊതി. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ചെറുതാക്കാന്ന് വിചാരിക്കണ്ട. എന്തോ, നിങ്ങൾ പന്തലി വിളമ്പിയ ഇലക്കകത്ത് നിങ്ങൾ പപ്പടത്തിന് വരെ പടക്കം വെച്ച് കൊടുത്തില്ലേ? അത് നിങ്ങൾ പറഞ്ഞിട്ട്. എന്ത്? ഞാൻ എന്താ പറഞ്ഞു? ഫുഡ് കഴിക്കുമ്പോൾ ഞെട്ടണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞു? പിന്നെ ഓരോ ഇലയിലും നിങ്ങൾക്ക് ഓരോ ഗുണ്ട് വെച്ചിട്ട് അങ്ങ് പൊട്ടിച്ചൂടായിരുന്നോ? ഗുണ്ട് വെക്കണോ പൊട്ടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. നിങ്ങൾ പൊട്ടിക്കോ പൊട്ടിക്കാതിരിക്കോ ചെയ്യും. ഇപ്പൊ കൊച്ചിനെ വിളിച്ച് വെളിയിലോട്ട് വിടും. കൊച്ചിനെ വിളിച്ച് വെളിയിലിറക്കാനോ? അവൾ ഇവിടെ ഓടി വന്നിട്ടുണ്ടോ? ആ കട്ടിലേക്ക് അടിക്കാമെന്നൊരു ഒറ്റ കിടപ്പ. അവളോട് ഞാൻ എന്തോ പറയൂ? തിരിഞ്ഞു കിടക്കാൻ പറ, ഇല്ലെങ്കിൽ ശ്വാസം മുട്ടും. ശ്വാസം മുട്ടുന്നു. എന്റെ മോളെ വളർത്തി എങ്ങനെയാ നിങ്ങൾക്ക് അറിയാവോ? പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഞാൻ എന്റെ മോളെ വളർത്തി, അറിയാവോ? എടെ, നിങ്ങൾ നിങ്ങളുടെ മോളെ വളർത്തുന്നതിന് എന്തിനിടെ ഈ മിണ്ടാപ്രാണികളെ പട്ടിണിക്ക് ഇടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനല്ല, എന്റെ ദുഃഖം ഞാൻ ആരോട് പറയും? എന്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖം ആരോടും പറയരുത്, അത് സൂക്ഷിച്ചു വെക്കണം. മനസ്സിലായില്ല? കേട്ടിട്ടില്ലേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഈ മുറ്റത്ത് നിന്ന് ഇന്നേ വരെ ആരും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല, അതറിയാമോ? അതന്നെ, ഇത് എക്കോ പോയിന്റ് ആണ്. അതല്ല, ആന ഈ ഒമ്പാരിയുള്ള തറവാടായിരുന്നു. എന്നിട്ടെന്താ, ഉത്സവം കഴിഞ്ഞപ്പോ തിരിച്ചങ്ങ് പോയി. ഈ നശിച്ച കുടുംബത്തിലോട്ടാണല്ലോ ഞാൻ എന്റെ കൊച്ചിനെ കയറ്റി വിട്ടത്. നശിച്ച കുടുംബോ? 101 പവനും ഒരു കാറും കൊടുത്തിട്ടാണ് എന്റെ മോളെ ഒരു കടമുറി മാത്രമുള്ള നിങ്ങളുടെ മോന് ഞാൻ കെട്ടിച്ചതെന്ന് അറിയാവോ? കടമുറിയോ?
നിങ്ങൾ ഇവിടെ വന്നപ്പോ പറഞ്ഞല്ലോ അവൻ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ടെന്ന്. അയ്യോ, അവൻ അപകർഷതാ ബോധം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ മോന്റെ പേരിൽ ഒന്നുമില്ലേ? ഉണ്ടല്ലോ. എന്തോന്ന്? ഇൻഷൽ. അതല്ല, അവന് ജോലിയും കോലിയും ഒന്നുമില്ലേന്ന്. അവനില്ലാതെ അമൃത കഴിക്കത്തില്ല. ഒരു പെൺകൊച്ചിന് ഊട്ടിക്കൊടുക്കുന്നവനാണോ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുത്തത്? അങ്ങനല്ല. പിന്നെ നിങ്ങൾ അമൃത ടി വിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരം പ്രേക്ഷകനുമാണ്. അവിടുത്തെ പ്രൊഡക്ഷൻ ബോയ് ആണ് അവൻ. മിന്നൽ വേഗത്തിലല്ലേ അവൻ ആഹാരം എത്തിച്ചു കൊടുക്കുന്നത്. അവൻ മിന്നലായാലും കൊള്ളാം, ഇടിയായാലും കൊള്ളാം, എന്റെ മോളെ ഇനി അവന് കൊടുക്കത്തില്ല. തരത്തില്ലേ നിങ്ങൾ? തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. തരത്തില്ലേ? ഇല്ല. എന്റെ മനുഷ്യ, നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കാതെ ഇങ്ങോട്ടൊന്ന് കേറി വന്നേ. കൊച്ചിനെന്തോ വിശേഷം ഉണ്ടെന്ന്. ചെറുക്കനെന്തോ ജോലി എന്നാ പറഞ്ഞത്? മിന്നൽ വേഗത്തിലുള്ള പ്രൊഡക്ഷൻ. അവന്റെ ഈ പ്രൊഡക്ഷൻ ഇനി ആണാണോ പെണ്ണാണോ എന്ന് മാത്രം പറഞ്ഞാൽ വിളിച്ചോട്ട് പോന്നല്ലേ അവളെ. മറ്റൊരു ഗംഭീര സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? നമുക്ക് അവരോട് ചോദിക്കാം. പുള്ളിനെ കാണുമ്പോ തന്നെ ചിരി വരും ഓട്ടോമാറ്റിക്. ചൈന കാണുമ്പോഴാണോ? നേരത്തെ കണ്ടായിരുന്നു നമ്മള്. അപ്പൊ മേക്ക് ഓവറിൽ സെറ്റ്. സുന്ദരിക്കുട്ടി നന്നായി ചെയ്തിട്ടുണ്ടേ. എന്തോന്നും വിളി വരുന്നില്ല. എന്തോ നന്നായിരുന്നു. നല്ല ബോഡി ലാംഗ്വേജ്, നല്ല ഗെറ്റപ്പ് ആയിരുന്നു, നല്ല ഇത്. പിന്നെ എന്താ പറയാ, നല്ല എനർജി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം എത്രയാണ് ബാറ്ററി ചാർജ് ആയിന്. അതെ, ഓക്കെ. കാരണം നിങ്ങളുടെ ഇവിടുത്തെ സ്കിറ്റിന് നിങ്ങൾക്ക് 50,000 രൂപ അടിച്ചാൽ മാത്രമേ നമ്മുടെ മെഗാ ചാർജ് ഈവന്റിലേക്ക് പോവാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി. നമുക്ക് അപ്പൊ എത്രത്തോളാണ് ബാറ്ററി ചാർജ് കയറി നമുക്ക് നോക്കാം. യെസ്. പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ദുരിതം താളത്തിൽ ഞാൻ ശരി, സൈനാണല്ലോ. ഞാൻ നേരത്തെ അങ്ങനെ ഞാൻ വിട്ടത് ഒരു മിനിറ്റ്, ഞാനിത് സൈനാണല്ലോ. അല്ല, ഞാൻ അതാ പറഞ്ഞേ, ഇത് ചേച്ചി ഭയങ്കര സാധനാണ്. എന്റെ ദൈവമേ, അത്രയും നമ്മൾ ഇൻവോൾവ് ആയി പോയെന്നുള്ള കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ബ്രോയിന്റെ ഒരു വലിയ കഴിവാണ്. അത്രയും നല്ല മേക്ക് ഓവർ ആയതുകൊണ്ടാണ് നമുക്കത് എന്താ പറയുന്നത്, ചിരിക്കുന്നെന്ന് പറയുന്ന അത്രയും മേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അതെന്തായാലും ഗംഭീരമായിരുന്നു. ഷൈൻ ആൻഡ് ശരത് 16,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? ഇതാ